ഹായ് ഗായ്സ്, മോഗൻ ഡ്രോപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫെയറോസ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫെയറോസ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് 8 മില്യൺ സീഡ് ഫണ്ടിങ് റൈസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഇനിയും ഫണ്ടിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല VCs ആണ് ഫണ്ട് റൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നാണ് ജസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ളത്. മുന്നേ ലോഞ്ച് ആയിരുന്നു, പിന്നീട് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നാണ് ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ടാസ്ക് ചെയ്യാൻ നോക്കുക, കാരണം ഇതിൽ ഡെയിലി ടാസ്ക് ഉണ്ട്. അപ്പോൾ ഡെയിലി ടാസ്ക് നമ്മൾ ഡെയിലി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അഡ്വാൻറ്റേജ് കൂടും. ലേറ്റ് ആവുന്നതനുസരിച്ചിട്ട് നമ്മുടെ അഡ്വാൻറ്റേജ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം ഈ ലിങ്ക് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എററുകൾ വരാൻ ചാൻസ് ഉണ്ട്, ന്യൂ ആയതുകൊണ്ട്. പിന്നെ ഓൾറെഡി ആൾക്കാർ കുറേ കയറുന്നതുകൊണ്ട് കൺജസ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എറർക്ക് വരും, നമ്മൾ വീണ്ടും ക്ലോസ് ചെയ്ത് വീണ്ടും റീട്രൈ ചെയ്തിട്ട് കയറാൻ നോക്കാം. ഡെയിലി ചെക്കിന് ആദ്യം ചെയ്യാം, അത് ഡെയിലി ചെയ്യാൻ നോക്കാൻ മറക്കാതെ. പിന്നെ റെഫറൽ ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഹോം സെക്ഷനിലേക്ക് പോയിട്ട് ഫോസറ്റ് ക്ലെയിം ചെയ്യണം. നമുക്ക് താഴേക്ക് പോയാൽ ഇവിടെ ഫോസറ്റിൻ്റെ ഇത് കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാപ്ച വെരിഫൈ ചെയ്തിട്ട് ക്ലെയിം കൊടുത്താൽ ഫോസറ്റ് ആഡ് ആവും. 0.2 അങ്ങോട്ടാണ് ഡെയിലി കിട്ടുക. അപ്പോൾ അത് ചെയ്തതിന് ശേഷം അടുത്തത് നമ്മൾ സ്വാപ്പാണ്. അപ്പോൾ സ്വാപ്പിൻ്റെ പ്രൊവൈഡ് ലിക്വിഡിറ്റി ഉണ്ട്, സെൻഡ് ടു ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ സ്വാപ്പ് ഇതിന് എത്ര എണ്ണം ഡെയിലി ചെയ്യണം അവർ ഒരിക്കലും കറക്റ്റായി പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മിനിമം ഒരു 10 വട്ടെങ്കിലും ഡെയിലി ചെയ്യാൻ നോക്കുക. അപ്പോൾ സ്വാപ്പിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് സ്വാപ്പ് കൊടുക്കുക. അപ്പോൾ ഒരു പുതിയ വെബ്സൈറ്റിലേക്ക് പോകും. ആ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ സെയിം വോളറ്റ് കണക്ട് ചെയ്യുക. ഫോസറ്റിൽ പോയിട്ട് ഈ 2 ഫോസറ്റും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്യാം. അതിനുശേഷം ട്രേഡിലേക്ക് പോയിട്ട് നമ്മൾ 0.0001 അത്രയും കുറവായാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ ആയാൽ മതി എന്നുള്ളൂ. അടിയിൽ ഏതെങ്കിലും ടോക്കൺ USDC USDT ഏതാണെങ്കിലും കൊടുക്കാം. സ്വാപ്പ് കൊടുക്കുക, കൺഫേം സ്വാപ്പ് കൊടുക്കുക. ബോളത്തിലേക്ക് ട്രാൻസാക്ഷൻ വരും, കൺഫേം ചെയ്യാം. സക്സസ് ആയതുകൊണ്ട് ഇതുപോലെ നമ്മൾ 10 വട്ടം റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം പൂളിലേക്ക് പോവുക. രണ്ടാമത്തെ ടാസ്ക്കാണ് നമ്മൾ പ്രൊവൈഡ് ലിക്വിഡിറ്റി. നിങ്ങൾ ആദ്യം തൊട്ട് ചെയ്യുകയാണെങ്കിൽ ന്യൂ പൂൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വേണമെങ്കിൽ നമുക്ക് USDC അല്ലെങ്കിൽ USDT ഏത് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് സ്വാപ്പ് ചെയ്ത് USDCയിലേക്കാണ്, അപ്പോൾ അതിലായിരിക്കും ബാലൻസ്. അപ്പോൾ അത് കൊടുക്കാം. എന്നിട്ട് ഇതിലേതെങ്കിലും ഫീഡ് നമ്മൾ സെലക്ട് ചെയ്യാം. നമുക്ക് ഏതായാലും കുഴപ്പമില്ല. 0. നമ്മൾ താഴത്തെ ഏത് വേണമെങ്കിലും ചെയ്യാം. 0.001 അല്ലെങ്കിൽ 0.001 കൊടുക്കാം. അതിനുശേഷം ആദ്യമായി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവ് USDC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് അപ്രൂവ് ചെയ്യാം. പിന്നെ പ്രിവ്യൂ കൊടുക്കുക. പ്രിവ്യൂ അമർത്തുമ്പോൾ ഒരു ആഡ് ഉണ്ടായിരിക്കും, ആഡ് കൊടുക്കുക. അപ്പോൾ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇത് കിടക്കുന്നുണ്ടായിരിക്കും, നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻക്രീസ് ലിക്വിഡിറ്റി കൊടുത്താൽ നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ദിവസം പൂൾ ക്രിയേറ്റ് ചെയ്യേണ്ട, ലിക്വിഡിറ്റി ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞാൽ ആ ടാസ്ക് അവിടെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ടാസ്ക് സെൻഡ് ടു ഫ്രണ്ട്സ് എന്നുള്ള ടാസ്ക്കാണ്. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ സെൻഡ് കൊടുക്കുക, 0.00 കൊടുക്കുക. ഈ അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് നമ്മുടെ സ്വന്തം അഡ്രസ്സ് കൊടുക്കാൻ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുള്ളൂ. നമ്മുടെ സ്വന്തം അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യാം, എന്നിട്ട് അത് കൊടുക്കുക. കാരണം നമ്മൾ വേറെ വീട്ടിലേക്ക് അയച്ച് സിബിൽ വരാൻ ചാൻസ് കൂടുതലാണ്. സിബിൽ എന്ന് പറഞ്ഞുള്ള ഡീറ്റെയിൽസ് എന്താണ് നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വോയിസ് ആയി ഇട്ടിട്ടുണ്ട്. സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വോളത്തെല്ലാം ഡീസെൻട്രലൈസ്ഡ് ആണ്. അത് നമ്മുടെ തന്നെ വോളത്താണെന്ന് അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന വോളത്തുകൾ, അതായത് നമ്മൾ വേറെ ഏതെങ്കിലും വോളത്തിലേക്ക് ട്രാൻസാക്ഷൻ നടത്തുകയോ അല്ലെങ്കിൽ കോയിൻ സെൻഡ് ചെയ്യുകയോ ഗ്യാസ് ഫീക്ക് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ചോദിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ അവർ നമുക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഈ പ്രൊജക്റ്റുകാർ വിചാരിക്കാതെ നമ്മുടെ അക്കൗണ്ടാണെന്നാണ് വിചാരിക്കുക. കാരണം നമ്മൾ ഫണ്ട് അയച്ചിട്ടുള്ള അക്കൗണ്ടാണ്, അവിടുന്ന് വീണ്ടും നമുക്ക് തിരിച്ച് ഫണ്ട് അയച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ അക്കൗണ്ടാണെന്നാണ് വിചാരിക്കുക. അപ്പോൾ അവർ വിചാരിക്കും നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് പ്രൊജക്റ്റ് ഫാർം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ സിബിളായിട്ട് ഫ്ലാഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം അഡ്രസ്സിലേക്ക് അയക്കുക, അല്ലെങ്കിൽ പുതിയ വോളറ്റായി ക്രിയേറ്റ് ചെയ്ത് അയക്കാൻ ഞാൻ ഒരിക്കലും എനിക്കറിയില്ല, അതിന് ഞാൻ അത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ സ്വന്തം വോളറ്റിലേക്കാണ് അയച്ചിരുന്നത് മുന്നേ തൊട്ടേ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ടാസ്ക്. അപ്പം ഇനി അടുത്ത വീഡിയോക്കായി കാത്തിരിക്കാം. ഇപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.